JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫീമെയിൽ അസിസ്റ്റന്റ് പ്രൊസൻ ഓഫീസർ തസ്തികയുടെ പ്രൊവിഷണൽ ആൻസർ കീ PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കട്ട് ഓഫ് മാർക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ, 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1, 2, 4. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ, 1945 ഒക്ടോബർ 24 നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 1, 2, 1, 3, 4. അടുത്ത ക്വസ്റ്റ്യൻ, പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1, 3, 4. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 2, 3. ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? അറ്റ്ലാന്റിക് സമുദ്രം. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ സമുദ്രമേഖലയിലെ പേരുകൾ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ഏതാണ് ശരിയായ ജോഡി? ഒന്നാമത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതുമാണ് ശരിയായ ജോഡി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയുള്ള സംസ്ഥാനം കേരളം. കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് പാമ്പാടുംചോല നാഷണൽ പാർക്ക്. ധരാതലീയ ഭൂപടങ്ങളിൽ അടുത്തതായി വരയ്ക്കുന്ന കൊണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? കുത്തനെയുള്ള ചെരിവ്, നികുതി, പൊതുചെലവ് എന്നിവയുമായി ബന്ധപ്പെട്ട സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെന്റ് നയം അറിയപ്പെടുന്നത് ധനനയം. ഇറക്കുമതി ചുങ്ക നിരക്ക് കുറച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യം ഏത് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ. ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏത്? ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? ഒഡീഷ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഇന്ത്യയിലെ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് 1968-70 കാലയളവിലാണ്. അടുത്ത 2025-26 കേന്ദ്ര ബഡ്ജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? 100. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളുടെ പേരുകളുമാണ് ചുവടെ തന്നിരിക്കുന്നത്. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 2 മാത്രം. ഇന്ത്യൻ ഭരണഘടനകളിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ചേരുംപടി ചേർക്കുന്നതിനുള്ള ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രീയ നയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടാത്ത ഏത്? ഐത്താചാര നിർമാർജനം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1, 2 മാത്രം. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. വനം. ഇന്ത്യൻ ഭരണഘടനയുടെ 73ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1, 3 മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായിട്ട് അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? രാംനാഥ് കോവിന്ദ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പ് പേരെന്താണ്? വിദ്യാഭ്യാസ ഉന്നതി. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രി. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇവയെല്ലാം ശരിയായ പ്രസ്താവനകൾ ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ, മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരെന്താണ്? യോദ്ധാവ്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരെന്ത്? സിറോഫ്താൽമിയ. സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏത്? റെഡ് റിബൺ ക്ലബ്ബ്. മനുഷ്യരിലെ അസ്ഥികളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു, അവയിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഒന്നാമത്തെയും രണ്ടാമത്തെയുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, അമൃതാദേവി ബിഷ്ണോയി അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വനസംരക്ഷണം. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തെ കണ്ടെത്തിയ ഹോമോനലേഡി എന്ന മനുഷ്യപൂർവികന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ്? റൈസിംഗ് സ്റ്റാർ കേവ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് എയർ എന്ന് വിശേഷിപ്പിച്ച ആരൊക്കെയാണ്? സുനിത വില്യംസ്. ദൃശ്യപ്രകാശത്തിന്റെ ആവൃത്തി F1 മൈക്രോവേവിന്റെ ആവൃത്തി F2 എക്സ് കിരണങ്ങളുടെ ആവൃത്തി F3 ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. F3 ഗ്രേറ്റർ ദാൻ F1 ഗ്രേറ്റർ ദാൻ F2. ഒരു പ്രൊജക്ടൈലിന്റെ പറക്കൽ സമയം 2 സെക്കൻഡ് ആണ്. അതിന്റെ പരമാവധി ഉയരം കണക്കാക്കുക. എത്രയാണ്? 5 മീറ്റർ. താഴെ പറയുന്ന പ്രസ്താവനയിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെ? 1ഉം 3ഉം പ്രസ്താവനകൾ മാത്രം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? SDX-01 ആൻഡ് SDX-02. ചില മൂലകങ്ങളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടെത്തുക. ഫെർമിയം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തുള്ള പ്രസ്താവനകളിൽ അമോണിയ എന്ന സംയുക്തത്തെ കുറിച്ച് ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. only 1 and 2. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിദാനം ചെയ്യുന്നു? ഗേ-ലുസാക്ക് നിയമം. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? എസ്. തൃശൂർ പൂരം ആരംഭിച്ച രാജാവ് ആരാണ്? ശക്തൻ തമ്പുരാൻ. താഴെ പറയുന്നതിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തത് ആര്? സുഖജിത് സിംഗ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചവറയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഒന്നാമത്തേതും രണ്ടാമത്തേതും. അടുത്ത ക്വസ്റ്റ്യൻ, ഇരേമൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഒന്നാമത്തേതും രണ്ടാമത്തേതും. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടി ഇന്ത്യക്കാരി ഗായത്രി സ്പിവാക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, 100-നും 200-നും ഇടയ്ക്ക് ഒമ്പ് കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളുടെ തുക എത്രയാണ്? 13,167. ഒരു വൃത്തത്തിന് വൃത്തപരിധിയും പരിപ്പളവും ഇവ തുല്യമായാൽ അതിന് വ്യാസം എത്ര? 2 യൂണിറ്റ്. ഒരു ക്ലോക്കിലെ മിനിറ്റ് 5 സെന്റിമീറ്റർ നീളമുണ്ട്. രാവിലെ 6:05 മുതൽ രാവിലെ 6:40 വരെ അത് സഞ്ചരിച്ച ഭാഗത്തിന്റെ പരപ്പളവ് എന്ത്? 45ഉം 6-5 സെന്റിമീറ്റർ സ്ക്വയർ. തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രേണി പൂരിപ്പിക്കുക. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. JTN. 16 സെന്റിമീറ്റർ ചുറ്റളവുള്ള സമചതുരത്തിന്റെ ഉള്ളിൽ കൊള്ളാവുന്ന വൃത്തത്തിന്റെ പരപ്പളവ് എന്ത്? 12.56 സെന്റിമീറ്റർ സ്ക്വയർ. 87 86 പ്ലസ് 52 സമം 5, 63 പ്ലസ് 72 സമം 8 ആയാൽ 83 പ്ലസ് 72 എത്ര? 10. 34 മൈനസ് 20 ഭാഗം 5 ഭാഗം 17 മൈനസ് 2 ഇൻറ്റു 3 പ്ലസ് 18 ഭാഗം 9 മൈനസ് 3 പ്ലസ് 10 എത്രയായിരിക്കും? 10. x മൈനസ് 1/x ഈസ് ഈക്വൽ ടു 3. x സമമല്ല 0 എന്നാൽ x റൈസ് ടു 4 പ്ലസ് 1/x റൈസ് ടു 4ന്റെ വില എന്ത്? 119. പ്രോഗ്രസിന്റെ കോഡ് QQ SN PF HQ SD FR TRT ആയാൽ കൈറ്റിന്റെ കോഡ് എന്ത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ segment of the sentence that contains a grammatical error. Option C ആണ് correct answer. And the water on this area. Select the most appropriate antonym of the word indefatigable. Option A ആണ് correct answer. Indolent. Rearrange the parts of the sentence in its correct order due to. Option D ആണ് correct answer. RPSQ. Select the correct indirect form of the given sentence. John said to Tina, where were you going? John asked Tina where she had been going. Option B ആണ് correct answer. Choose the correct spelling of from the options below. Option C ആണ് correct answer. അടുത്ത question, if she had taken the medicine she dashed better. Option B ആണ് correct answer. Would have felt. Every school and college dash a library. The students along with their friends dash the library. Option C ആണ് correct answer. Has visit. His wife can't dash his terrible behavior anyone put up with. Find out the compound word. All of these. Option D ആണ് correct answer. How the whip hand means to be in position to control. Option B ആണ് correct answer.
സുമിത്രയുടെ പുത്രൻ സൗമിത്രി. പര്യായപദം, അതായത് താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും മാവിന്റെ പര്യായപദം എടുത്ത് എഴുതുക. ഏതാണ്? ചൂതം. താഴെ തന്നിരിക്കുന്ന സ്ത്രീലിംഗ പ്രത്യയം ഏതാണ്? തീ. വിപരീതപദം എഴുതുക. ഗൗരവം, ലാഘവം. ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു. കേട്ടു എന്ന പദം ശരിയായി പിരിച്ചെഴുതിയാൽ കേൾ അധികം തൂ. കണ്ണടച്ചിരിട്ടാക്കുക എന്ന ശൈലി താഴെ തന്നിരിക്കുന്നതിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക. ആർ ഏത് ബഹുവചന പ്രത്യയമാണ്? പൂജക ബഹുവചനം. തന്നിരിക്കുന്നതിൽ കന്നം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമേത്? ഘാതകൻ. ദുഷ്യന്തന്റെ വെള്ളക്കുതിര ഇന്നലെ വേഗമോടി എന്ന ഈ വാക്യത്തിലെ ആഖ്യാതമേത്? ഓടി. അതീവ സുരക്ഷ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാര്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1, 2 and 3. കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കും. തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യവുമായി പൊരുത്തപ്പെടുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സഹായിക്കുന്നതിനും ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആരാണ്? വെൽഫെയർ ഓഫീസർ. 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സാൻമാർഗ സേവനങ്ങളും ചട്ടങ്ങൾ പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗമല്ലാത്ത ആരാണ്? പോലീസ് DGP. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏവ എന്ന് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തേതും മൂന്നാമത്തേതും മാത്രമാണ് ശരിയായിട്ടുള്ളത്. മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്ത ഏതാണ്? ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നതിന്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് ആരാണ്? സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ ആയ ഒരു വ്യക്തി. ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല? 1 വർഷം. മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറിയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്? IG. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമന കാരണം നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടെന്ന കമ്മിറ്റിയിലെ അംഗമല്ലാത്ത വ്യക്തിയുടെ ചുവടെ പറയുന്നതിൽ ആരാണ്? നിയമമന്ത്രി. വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വത്തിനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് എത്ര സമയത്തിനുള്ളിൽ മറുപടി നൽകണം? 48 മണിക്കൂർ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുമായി നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായിട്ടുള്ളവ ഏതാണ്? ഒന്നാമത്തേതും രണ്ടാമത്തേതുമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വിവരം ലഭിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ഉറപ്പുവരുത്തുന്നു? 19. വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 വീതം ഓരോ ദിവസവും പിഴ ചുമത്തേണ്ടതും അത്തരത്തിലുള്ള പിഴ സംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതുമാവുന്നു? 25,000. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ പറഞ്ഞിട്ടുള്ളവയിൽ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത് ഒന്നാമത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിന്റെ ഘടനാപരമായ മാതൃക രൂപപ്പെടുത്തുന്ന ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്തതാണ്? ഇത് ഈഗോ, സൂപ്പർ ഈഗോ. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാവുന്ന ആരോഗ്യകരമായ മനോസാന്ത്വന രീതി ഏത്? സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത്. എബ്രഹാം മാസ്ലോവിന്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? ആത്മസാക്ഷാത്കാരം. ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കുക. രണ്ടാമത്തേതും മൂന്നാമത്തേതും മാത്രം ശരിയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഹോവാർഡ് ഗാർഡ്നറിന്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണ്? സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തലിനും മെച്ചപ്പെടുന്നതിനുള്ള കഴിവ്. പരീക്ഷയുടെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. NCA കാറ്റഗറിയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഇയറിൽ 53.67 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ജനറൽ കാറ്റഗറിയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 69 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അത് എന്താണെന്ന് ചോദിച്ചാൽ പല ഉദ്യോഗാർത്ഥികളും എന്നോട് ചോദിക്കുകയുണ്ടായി, സാറേ NCA കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എത്രയാണ് കട്ട് ഓഫ് മാർക്ക് വരുന്നതെന്ന് അറിയാമോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ഓഫ് മാർക്ക് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള കട്ട് ഓഫ് മാർക്ക് NCA കാറ്റഗറിയിലുള്ളവർക്ക് വന്നിട്ടുള്ളതും ജനറൽ വന്നിട്ടുള്ളവർക്കുമുള്ള കട്ട് ഓഫ് മാർക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തത്. പൊതുവെ പരീക്ഷ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിച്ചിരുന്നു. പരീക്ഷ എല്ലാവർക്കും പൊതുവെ അധികം പ്രയാസമായിട്ട് പറഞ്ഞിട്ടില്ല, എന്നാൽ നല്ല എളുപ്പവുമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് അധികം വ്യത്യാസം വരാനുള്ള സാധ്യതകളൊക്കെ കുറവായിരിക്കും എന്നുള്ള രീതിക്കാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ പൊതുവെ അഭിപ്രായം പറയുന്നത്. അപ്പോൾ എത്ര പേരുടെ ലിസ്റ്റാണ് PSC ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ ആസ്പദമാക്കിയാണ് കട്ട് ഓഫ് മാർക്കിന്റെ വേരിയേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക്
ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ കാറ്റഗറിയിലും വന്നിട്ടുള്ള കട്ട് ഓഫ് മാർക്ക് NCA-കാരുടെയും അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ കട്ട് ഓഫ് മാർക്ക് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥിയും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് കട്ട് ഓഫ് മാർക്ക് പ്രീവിയസ് ഇയറിൽ വന്നുള്ളത്. അത് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള എല്ലാവർക്കും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.